താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നീ തന്നെ, അതെ നിങ്ങൾ തന്നെ ശരിയെന്ന് കാലമല്ല ദൈവം തെളിയിക്കും. കവരപ്പെടുമ്പോൾ വിലയേറിയത് പലതും പ്രശ്നങ്ങളുടെ മധ്യത്തിലായി തീരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ശത്രു പിശാചായവൻ കവരുന്നു, പ്രശ്നങ്ങളിലാക്കി തീർക്കുന്നു. വലിയ വേദനയാണ്, കണ്ണുനീരിൻ്റെ അനുഭവമാണ്. എന്നാൽ പലപ്പോഴും ആ കണ്ണുനീരിൽ അധികം നമ്മുടെ കാഴ്ചയെ മറച്ചതും അത് സമ്മാനിച്ച കവരപ്പെടലും പ്രശ്നങ്ങളും സമ്മാനിച്ച വേദനയിൽ അധികം നമ്മുടെ ഹൃദയത്തെ കുത്തി മുറിപ്പെടുത്തിയതും ഒപ്പം നിൽക്കേണ്ട ഏത് ആപത് സന്ധിയിലും നമ്മെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കേണ്ടവരുടെ കുറ്റപ്പെടുത്തലാണ്. പ്രശ്നത്തിലായിത്തീരുമ്പോൾ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ പറയും, നാം പ്രതീക്ഷിക്കുന്നത് ആശ്വാസവാക്കുകളാണ്, എന്നാൽ പറയുന്നതോ നിന്റെ കുഴപ്പമാണ്, അതുതന്നെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അവരെ ഉറപ്പിച്ച് പറയുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. നിന്റെ കഴിവില്ലായ്മയാണ്, പിടിപ്പുകേടാണ്, നിന്റെ എടുത്തുചാട്ടമാണ്, അഹങ്കാരമാണ്. അയ്യോ പറയണ്ടല്ലോ. ആ ജോലി സ്ഥലത്ത് സഹോദര പ്രശ്നത്തിലായിത്തീരുന്നു, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രശ്നം, ആദ്യം ഹൃദയം പങ്കുവെക്കുന്ന സുഹൃത്തുക്കളോട് പറയുന്നു, അല്ലേ? അപ്പോൾ വലിയ പ്രതീക്ഷിച്ച രീതിയിലുള്ള മറുപടിയൊന്നും അല്ല കിട്ടുന്നത്. പിന്നെ പ്രിയപ്പെട്ട ഭാര്യയോട്, മക്കളോട്, അമ്മയപ്പന്മാരോട്, സഹോദരങ്ങളോട് ഇങ്ങനെ ഓരോരുത്തരോടായി പറയുന്നു. പക്ഷേ മറുപടി പലപ്പോഴും പ്രശ്നം തരുന്നതിനേക്കാളധികം വേദന തരുന്നതാണ്. എന്താ, അവിടെ വേറെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നതല്ലേ, ചേട്ടന് മാത്രം എന്താ എത്ര പ്രശ്നം? ഇങ്ങനെ വീട്ടിൽ കാണിക്കുന്നത് പോലെ അവിടെ പോയി കാണിച്ചാൽ. പിന്നെ പണ്ട് നടന്നതും ആ കാര്യമൊക്കെ വെച്ച് ഭാര്യയുടെ ഒരു സ്റ്റഡി ക്ലാസ്സാണ്, അല്ലേ? മക്കളാണെങ്കിൽ ഞങ്ങളോടെ കാണിക്കും പോലെയൊക്കെ ജോലി സ്ഥലത്ത് കാണിച്ചാൽ ഇങ്ങനെ തന്നെ. അമ്മയപ്പന്മാരാണെങ്കിൽ പറയുകയും വേണ്ട. അന്നേ പറഞ്ഞിട്ടില്ലടാ നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന്. പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ ഫലമാണ്. കുറ്റപ്പെടുത്തി അവരങ്ങ് മാറിപ്പോവുകയാണ്. പ്രശ്നത്തിന് കാരണം നിങ്ങളാണ്. അവിടെ എന്തോരം പേര് ജോലി ചെയ്യുന്നതാ. അവിടെ ജോലി ചെയ്തല്ലേ ഇന്ന ആൾക്കാരൊക്കെ ജീവിക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത്. പ്രശ്നമാണെങ്കിൽ നിനക്ക് പ്രശ്നമാണെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ട്. കൂട്ടുകാരും പറയും, മാറി നിൽക്കും, എല്ലാവരും കുറ്റപ്പെടുത്തും. വല്ലാത്തൊരവസ്ഥ അല്ലേ സഹോദരി? നീ മാത്രമാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്? എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നീ ഇതിങ്ങനെ വലുതാക്കി എന്തോ ഒരു രസം കൊണ്ട് പറയുന്നത് പോലെ. അയ്യോ, അനുഭവിക്കുന്നതിനൊക്കെയല്ലേ അറിയത്തുള്ളൂ. പക്ഷെ എല്ലാവരും കുറ്റം പറയുക. സ്വന്തം മാതാപിതാക്കൾ പോലും ഒപ്പം കാണുമെന്ന് വിചാരിച്ച സ്വന്തം മാതാപിതാക്കൾ പോലും പറയുക, നിന്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണ്, വീട്ടിൽ കാണിച്ചു ഒന്നും അവിടെ പോയി കാണിക്കരുത്, അടങ്ങി ഒതുങ്ങി. ആണേ, എല്ലാവരും കുറ്റപ്പെടുത്തുക. അതാ ഏറ്റവും വലിയ വേദന. ഭർത്താവ് സമ്മാനിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള മുറിപ്പാടുകളെക്കാൾ ഭർത്തൃ വീട്ടുകാർ സമ്മാനിക്കുന്ന ആ വേദനയേക്കാൾ നീ അനുഭവിക്കുന്ന വേദന ആ കുറ്റപ്പെടുത്തലുകളാണ്. ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എല്ലാ കുറ്റവും നിന്റെ മേലായിത്തീരുന്നു. കുറ്റം ചെയ്യുന്നവരെല്ലാം പുറത്ത് സന്തോഷമായി നിൽക്കുക. നീ കുറ്റക്കാരി എന്ന ലേബലിൽ അറിയപ്പെടുന്നു, അല്ലേ മാതാവേ? എല്ലാവർക്കും പറയാൻ എളുപ്പം നിങ്ങളുടെ മക്കളെ. ബാക്കിയുള്ളവർക്കൊക്കെ പേരും പെരുമയും പാരമ്പര്യവും ഒക്കെ ഉള്ള കുടുംബക്കാരുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ല. നിങ്ങളുടെ മക്കളുടെ മേലെ ആ കുറ്റം മുഴുവനും. നേരെ വളർത്തിയില്ല, അവരാണ് പ്രശ്നക്കാർ, അവരാണ് ആ പിള്ളേരെല്ലാം വലിച്ചുകൊണ്ട് ആ മോശം സ്വഭാവങ്ങളിലേക്ക് പോകുന്നത്. അവർ പറയുന്ന കേട്ടാ തോന്നും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കള്ളും കഞ്ചാവും കൊടുത്താൽ പെറ്റിട്ട സമയം മുതൽ വളർത്തിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞഴിക്കുക. കുറ്റം മുഴുവനും നിങ്ങളുടെ തലമുറകളുടെ മേലാണ്. എല്ലാത്തിനും ഒരു പഠിക്കുന്ന സ്ഥാപനത്തിലൊരു പ്രശ്നമുണ്ടായാലും, കൂട്ടുകാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായാലും, നാട്ടിലൊരു പ്രശ്നമുണ്ടായാലും, എവിടെ ഒരു പ്രശ്നമുണ്ടായാലും കുറ്റം മുഴുവൻ നിങ്ങളുടെ മക്കളുടെ പേരില്ല. അവർ കൊള്ളാത്തവരാ, അവർ മോശക്കാരാ, അവർ ചീത്ത സ്വഭാവങ്ങളുള്ളവരാ, അവർ നല്ലവരൊന്നുമല്ല. എങ്കിലും ദൈവദാസരെ, എല്ലാ കുറ്റവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ. കുറ്റപ്പെടുത്തി മാറി നിൽക്കുക, ഒപ്പം നിൽക്കേണ്ടവർ, ആശ്വസിപ്പിക്കേണ്ടവർ, അല്ലേ? ഇതൊക്കെ എന്തിനാ പോയി പറയുന്നേ? കൂടെ നിൽക്കാനും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാനും, അല്ലേ മാതാവേ, പിതാവേ? പക്ഷേ
ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞ് നിന്റെ കുറവെന്നും അവരുടെ കുറവെന്നും പറഞ്ഞ് അങ്ങ് മാറിപ്പോവുകയാണ്. അല്ലടാ കുഞ്ഞെ, അല്ലാതെ വേദനിപ്പിക്കുകയല്ലേ. പഠിക്കാത്തോണ്ടല്ല, പക്ഷേ റിസൾട്ട് ഉണ്ടാവുന്നില്ല. വീട്ടിൽ പറയുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അവരത് കാണുന്നതാ അല്ലേ. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നീ പരാജയത്തിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ അതിനൊപ്പം നിന്ന് ആശ്വസിക്കേണ്ടവർ, അതിനൊപ്പം നിന്ന് ആശ്വസിപ്പിക്കേണ്ടവർ കുറ്റപ്പെടുത്തുകയാണ്. നീ പഠിക്കാത്തതുകൊണ്ടാണ്, ഞങ്ങളെ പറ്റിച്ചതുകൊണ്ടാണ്, വേദനയാണ്, അത് വലിയ വേദനയാണ്. ഒപ്പമുള്ളവരും സ്നേഹിക്കുന്നവരും കുറ്റം മുഴുവൻ നിന്റെ മേലാക്കി വയ്ക്കുമ്പോൾ ആ തകർച്ചയ്ക്ക് കാരണം സഹോദരി സഹോദര, ആ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണം കടം, നീ കടക്കാരിയാകുവാനുള്ള കാരണം സഹോദരി സഹോദര, ആ ബിസിനസ്സിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ തകർച്ച. അറിയാം, കാരണങ്ങൾ ഒത്തിരിയുണ്ട്. കൊറോണ കടന്നു വന്നു, കടകളിൽ സെയിൽസ് ഇല്ല, ബിസിനസ്സുകൾ നല്ല രീതിയിൽ നടക്കുന്നില്ല, പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകുന്നില്ല, സ്വദേശത്തും വിദേശത്തും പല പല കാരണങ്ങളുണ്ട് തകർച്ചയ്ക്ക്, പല പല കാരണങ്ങൾ. നിങ്ങൾക്കറിയാമോ, വലുതും ചെറുതുമായ സ്ഥാപനങ്ങളിൽ 90% വലിയ ബാധ്യതയിലാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉൾക്കൊള്ളുവാൻ പോലും കഴിയാത്ത അത്ര വിധത്തിൽ വലിയ ബാധ്യതകളിലാണ് വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ. അതിൽ 10,000 മുതൽ 10 കോടിക്ക് മുകളിൽ ബാധ്യതപ്പെട്ടായിരിക്കുന്നവർ വരെയുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് പറഞ്ഞ്. പ്രശ്നമാ, പക്ഷെ കുറ്റം മുഴുവൻ നിങ്ങൾക്കാ. ആമേൻ. കൊറോണ വന്ന് സ്ഥാപനം അടച്ചിട്ട് അകത്തിരുന്ന സാധനമെല്ലാം നശിച്ച് കടം കയറി, അതൊന്നും ആർക്കും നിന്റെ കുഴപ്പമോ അന്നേ പറഞ്ഞില്ലേ. അതെ, നിന്റെ കയ്യിലിരിപ്പുണ്ടോ, ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിലും അമ്മാതിരിയുള്ള സ്വഭാവമല്ലേ, അമ്മാതിരിയുള്ള അല്ലേ. രോഗം വന്നാൽ കൂടെ, രോഗം ആരെങ്കിലും അറിഞ്ഞ് എന്നാൽ എനിക്കൊരു രോഗം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൽ മുഴുവനും കയ്യിലിരിപ്പുണ്ടോ, മര്യാദയ്ക്കൊക്കെ ചെയ്യുന്നത് മുഴുവൻ ആരാ? പിശാചിനാൽ പിടിക്കപ്പെട്ടവരും സന്തോഷത്തെ കവരുന്നു, നന്മകളെ കവരുന്നു, അനുഗ്രഹങ്ങളെ കവരുന്നു, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാക്കുന്നു, ഭർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നു, മക്കളുടെ ജീവിതത്തിൽ പരാജയം പരാജയം പരാജയം, അവരുടെ മുമ്പിൽ വഴികളെ അടച്ചു കളയുന്നു, അവരെ നിരാശപ്പെടുത്തുന്നു, കടക്കാരിയാക്കി മാറ്റുന്നു, ബാധ്യതക്കാരിയാക്കുന്നു, രോഗിയാക്കി തീർക്കുന്നു. പിശാച് പ്രവർത്തിക്കുന്നു. പിശാച് കേൾക്കേണ്ട പഴിയും കൂടെ ആ പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവർ തന്നെ കേൾക്കേണ്ടി വരുന്നു. വല്ലാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കാം? അതൊരു ചോദ്യമാണ്. നാവ് ചൊറിഞ്ഞുകൊണ്ട് വരും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു വലിയ ടീമാണ്, അതുകൊണ്ട് വായുടച്ച് മിണ്ടാതിരിക്കും. നാവ് കൊണ്ടല്ല, ശത്രുവിനെ തകർത്തുകൊണ്ട്. അതേ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക്, ഒപ്പമുള്ളവർക്ക് നിങ്ങളെ കുറ്റം പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും തകർച്ചകളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ശത്രുവിനെ തകർത്തുകൊണ്ട് അവർക്ക്, നിങ്ങളെ കുറ്റം പറഞ്ഞവർക്ക് മറുപടി കൊടുക്കാം. അതെ, ഈ സമയം എന്നെ കേൾക്കുന്ന പ്രാർത്ഥനയോടെ അതേ, കുറ്റപ്പെടുത്തലുകൾ സഹിക്കുവാൻ വയ്യാതെ, നഷ്ടപ്പെടലിനേക്കാൾ പ്രശ്നങ്ങളെക്കാൾ വലിയ വേദന കുറ്റപ്പെടുത്തലിലൂടെ, ഒപ്പമുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളിലൂടെ അനുഭവിച്ചായിരിക്കുന്നവരോടായി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വാക്കുകൊണ്ടല്ല, നിങ്ങളുടെ ശത്രുവിനെ തകർത്തുകൊണ്ട് ദൈവം അവർക്ക് മറുപടി നൽകുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദര, നിന്റെ ശത്രുവിനെ നിന്റെ വിലയേറിയത് കവർന്നെടുക്കുന്ന, നിന്റെ സന്തോഷങ്ങളെ കവർന്നെടുക്കുന്ന, നിന്റെ സ്വസ്ഥതയെ കവർന്നെടുക്കുന്ന, നിന്നെ പരാജയപ്പെടുത്തി മറ്റുള്ളവർക്ക് കുറ്റം പറയുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുന്ന ആ ശത്രുവിനെ നിന്റെ കാൽക്കീഴിൽ തകർത്തുകൊണ്ട് അവർക്ക് എൻ്റെ ദൈവം മറുപടി കൊടുക്കുവാൻ പോവുക. ഓ സ്തോത്രം. നിനക്കിതുവരെ മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതേ, ദൈവം അവർക്ക് മറുപടി കൊടുക്കുവാൻ പോവുക. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അവരോട് മറുപടി പറയും. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് ദൈവം മറുപടി കൊടുക്കുവാൻ പോവുക. നിങ്ങളുടെ ശത്രുക്കളെ തകർത്തുകൊണ്ട് അവരത് കാണുവാൻ പോവുക. ഓ ആമേൻ. ഈ പ്രശ്നം ഇത് നമുക്കൊരു പരിധിയിൽ കൂടുതൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആണേ സഹോദര, ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന, സഹോദരി നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന, മാതാപിതാവ് നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്കും, അല്ലെങ്കിൽ അത് വ്യക്തമായി തിരിച്ചറിയുവാൻ ഒപ്പമുള്ളവർക്കും കഴിയാറില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം.
ഇങ്ങനെ പ്രശ്നത്തിലായ ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. ആ സഹോദരി വിവാഹിതയായി ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആ ഭവനത്തിൽ അതിനു മുമ്പ് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഭർത്താവിൻ്റെ സഹോദരൻ, ആ സഹോദരൻ്റെ ഭാര്യ, അമ്മ, അപ്പൻ, തൻ്റെ ഭർത്താവ്, ഇങ്ങനെയായിരുന്നു അതുവരെയുള്ള ആ ഭവനത്തിലെ പോക്ക്. ഇപ്പോൾ ഈ സഹോദരിയും കൂടെ ആയി. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഈ സഹോദരി കടന്നു ചെന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ തുടർന്ന് മുൻപോട്ട് പോവുകയിൽ ഈ സഹോദരിക്ക് അതിനകത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത് പിന്നെയും ഞാൻ പറയാം, ഇത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു വലിയ വിഷയമായിട്ട് തോന്നത്തില്ല. പക്ഷെ അനുഭവിക്കുന്നവർക്കറിയാം. അങ്ങനെ അനുഭവിക്കുന്ന ചിലരും എന്നെ കേൾക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമൊക്കെ വാക്കുകളിലൂടെ തുടങ്ങി. ഈ സഹോദരി ചെയ്യുന്നതെല്ലാം കുറ്റം. ഏത് പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ച ഈ സഹോദരി ചെയ്യുന്നതെല്ലാം കുറ്റം. ഇവൾ എന്ത് പറഞ്ഞാലും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത അതിനകത്തുള്ള എല്ലാവർക്കും. ഇവൾ പറയുന്നതൊക്കെ കുറ്റമാണ്, കുഴപ്പമാണ്, പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള മനഃപൂർവമായ ശ്രമം. അപ്പോൾ അത് വീട്ടിനകത്ത് സംഭവിക്കുന്നു. പകലൊക്കെ രാത്രി ഭർത്താവ് വരുന്നു. അതിൻ്റെ അലയൊലികൾ ബെഡ്റൂമിനകത്തേക്ക് വരുന്നു. പിന്നെ സംസാരം. ആദ്യമൊക്കെ ഭർത്താവ് പതുക്കെ ചോദിക്കുവാൻ തുടങ്ങി. എന്താ അവരങ്ങനെ പറയുന്നല്ലോ, എന്താ അമ്മ അങ്ങനെ പറയുന്നേ, എന്താ ചേച്ചി അങ്ങനെ പറയുന്നേ, സഹോദരൻ്റെ ഭാര്യയാണ്. പിന്നെ പിന്നെ ശബ്ദം ഉയരുവാൻ തുടങ്ങി. ഈ പുള്ളിക്കാരിക്ക് വലിയൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താ? കാരണം പുള്ളിക്കാരി പുതുതായിട്ട് വന്ന ആളാണല്ലോ, ന്യൂ കമറാണല്ലോ. അവിടെ എന്താ സംഭവിക്കുന്നത് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കുവാൻ പോലും പറ്റുന്നില്ല. അതങ്ങനെ ഒരു ഇറിറ്റേഷനായി മുൻപോട്ട് പോയി. ബുദ്ധിമുട്ട് തുടങ്ങി. വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇതൊക്കെയാണ് വലിയ കാര്യം, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ, പെണ്ണെ അടങ്ങുന്നില്ലെന്ന് പറഞ്ഞ അമ്മയും അപ്പനും ഒക്കെ മോള് ധൈര്യമായിട്ടിരിക്കുക, ഇതൊക്കെ അങ്ങ് ശരിയാകുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ദിവസം കഴിയയിൽ കുറഞ്ഞു വരികയല്ല, പ്രശ്നം കൂടി വരിക. ഈ പുള്ളിക്കാരി പാചകം ചെയ്യാൻ അടുക്കളയിൽ കയറുന്നു. തിരികെ ഇറങ്ങുമ്പോൾ ആഹാരം പാകം ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അടച്ചു വയ്ക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, തുണിയലക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ പരാതി അടുത്തൊരു ലെവലിലേക്ക് കടന്നു. പുള്ളിക്കാർ പറയുന്നത്, ദീപദാസനെ അങ്ങനെ ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു മറവിയും ഇല്ല, ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ ഞാൻ കഴിക്കുന്ന ആഹാരമല്ലേ, അങ്ങനെ ശ്രദ്ധയില്ലാതെ ഞാൻ തുറന്നിടുമോ? അതൊരു പോയിന്റാണ് അല്ലേ? പക്ഷേ സംഭവിക്കുവാനുള്ളത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വഴക്ക് മുറിക്കകത്തു നിന്ന് പുറത്തേക്ക് വരുന്നു. ഭർത്താവ് വന്നു കയറിയ ഉടനെ ആ കാര്യങ്ങളുടെ ഒരു വിശദീകരണം ഭർത്താവിന് കിട്ടുന്നു. അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഭർത്താവ് വന്നു കയറുന്നത്. ആൾക്ക് 2-3 ഫോണൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ അല്ലേ? അപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ ഹാളിനകത്തായി മാറുന്നു. ബെഡ്റൂമിനകത്ത് നിന്ന് ഹാളിനകത്തായി മാറുന്നു. അല്ലേ സഹോദരി? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ ചോദ്യം ചെയ്യുന്ന അപമാനം മറുപടി പറയുവാൻ കഴിയാതെ ഒരൊറ്റ കാര്യമേ നീ ആവശ്യപ്പെടുന്നുള്ളൂ, എൻ്റെ ഭർത്താവെങ്കിലും എന്നെ വിശ്വസിച്ചാൽ മതി. കരയുകയാണ് സഹോദരി നിന്നോടാ. സ്തോത്രം. കുറ്റപ്പെടുത്തുന്നവർ കാണുക, അതേ നിന്നെ ജഡ്ജ് ചെയ്യുന്നവർ കാണുക, എൻ്റെ ദൈവം നിന്റെ ശത്രുവിനെ തകർക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയും. ആമേൻ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജഡ്ജ് ചെയ്യുന്ന ചിലരാൽ ആ ജോലി സ്ഥലത്ത് ജഡ്ജ് ചെയ്യുക. നീ അതല്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, പലപ്പോഴും വല്ലാത്ത ദേഷ്യം. ഇവൻ ആരാ? അതല്ലേ സഹോദരി, നിന്റെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അത്. ഇവൻ ആരാ, ഇവൾ ആരാ എന്നെ ഈ ജഡ്ജ് ചെയ്യാൻ? അവരെക്കാളും നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, നീ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ജഡ്ജ് ചെയ്യുക ഒരു ഇറിറ്റേഷൻ. അതല്ലേ കുഞ്ഞെ? ആ പിള്ളേർ പഠിക്കാത്തതും അവിടെ പോകാൻ പിള്ളേർ മടിക്കുന്നു. അതാ ജഡ്ജ് ചെയ്യുക, അവരെ ബാധിക്കപ്പെട്ടായിരിക്കുക. അത് വല്ലാത്തൊരു വേദന. അപ്പോൾ അങ്ങനെ അതിനകത്ത് പ്രശ്നം കൂടി വരിക. ഒപ്പം നിൽക്കേണ്ടവർ തന്നെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. കുറ്റപ്പെടുത്തലിന് കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വഴക്കായി മാറുന്നുണ്ട്. സഹോദരി പറഞ്ഞു, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ദൈവദാസൻ, ഏത് നിമിഷവും ഇവിടെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ അവസാനമായപ്പോൾ പുള്ളിക്കാരി ഭർത്താവിന് വേണ്ടി തേച്ച് വെക്കുന്ന തുണി അത് ഇസ്തിരിപ്പെട്ടി കൊണ്ട് ചീത്തയായിരിക്കുന്നു. അറിയാമല്ലോ, ഇസ്തിരിപ്പെട്ടി കൊണ്ട് ഉരുകി. പുള്ളിക്കാരിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വളരെ ശ്രദ്ധിച്ച്
തേച്ച് അടുക്കി വെക്കുന്ന ഡ്രസ്സ് പുള്ളിക്കാർ കണ്ണീരോടെ ചോദിക്കുക. ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല ദൈവദാസനെ. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള സഹോദരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വേറൊരു ചിന്ത അതിനകത്തില്ല, ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നതാ. പക്ഷെ കുറ്റം മുഴുവനും പുള്ളിക്കാരിയുടെ മേൽ തന്നെ. പുള്ളിക്കാരി പറഞ്ഞു, എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം, അതിനുവേണ്ടി ദൈവദാസനൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ പുള്ളിക്കാരിയോട് പറഞ്ഞു, സഹോദരി, എന്തായാലും ഇത്രയും ആയില്ലേ, ഇത്രത്തോളം നിങ്ങൾ സഹിച്ചു, ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നിങ്ങളെന്ന് വരും. അപ്പോഴത്തേക്ക് എല്ലാവരും അറിഞ്ഞു, ഈ വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നം അറിയാമല്ലോ. അല്പം ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു പ്രതിയോഗി, ഒരു ശത്രു അതിനകത്തുണ്ട് എങ്കിൽ ആ ശത്രുവിനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ ഭർത്താവെങ്കിലും, അറ്റ്ലീസ്റ്റ് അതെ നിങ്ങളുടെ ഭർത്താവെങ്കിലും കാണണം. അപ്പോൾ സഹോദരി ചോദിച്ചു, ദേവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് നടക്കുമോ? ഞങ്ങൾ പറഞ്ഞു, നടക്കും, ധൈര്യമായിട്ടിരിക്കും. കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ ശത്രുവിനെ തകർക്കും, നിന്റെ ശത്രുവിനെ തൊടും. അപ്പോൾ ആ പുള്ളിക്കാരിയെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്ന വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, ആബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളേണമേ. ഞാൻ നിന്റെ ദാസനെന്ന് ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. എൻ്റെ ദൈവമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കുറ്റക്കാരനായി മാറ്റി നിർത്തപ്പെടുന്ന, പഴി കേൾക്കുന്ന, പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന എനിക്ക് വേണ്ടി ആ സഹോദരി ആ വചനം ഏറ്റെടുത്തു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ തന്നെ ആ ഭവനത്തിനകത്തുള്ള ഒരു വ്യക്തിക്ക് ആ ഇസ്തിരിപ്പെട്ടിയിൽ നിന്ന് ഷോക്കേറ്റു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടായി. ദൈവം ഒരു തീരുമാനമുണ്ടാക്കും. നിന്റെ ശത്രുവിന് ദൈവം ഒരു തീരുമാനമുണ്ടാക്കും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ സഹോദര, സഹോദരി? നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കുറ്റക്കാരിയാക്കി മാറ്റുന്ന, കുറ്റക്കാരനാക്കി മാറ്റുന്ന ആ ശത്രുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതേ, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുവാൻ പോകുക. സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നിനക്ക് വിരോധമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെയും നിന്റെ ഭർത്താവിനെ തമ്മിൽ അടിപ്പിക്കുന്ന, അകറ്റിപ്പിക്കുന്ന, സഹോദര, നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് വലിച്ചകറ്റുന്ന ആ ശത്രുവിൻ്റെ കാര്യത്തിൽ അവൾ പറയുന്നത് മുഴുവനും നിന്റെ കുറ്റമാണ്. ആമേൻ. പ്രശ്നമുണ്ടാക്കുന്നത് മുഴുവൻ പുറത്താ. ഓ സ്തോത്രം. ചിലരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുവാൻ പോകുക. ആമേൻ. മാതാവേ, പിതാവേ, നിന്റെ മക്കളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, അവരെ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന, ഒതുക്കിക്കളയുന്ന, ഒന്നിന് കഴിയാത്തവരാക്കി മാറ്റുന്ന, സ്തോത്രം, ചിലരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുവാൻ പോകുക. ഓ ആമേൻ. അപ്പോൾ നമ്മൾ ആ തീരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുക. എങ്ങനെ? ആ വചനം വെച്ചു ആ സഹോദരി പ്രാർത്ഥിച്ച് ഒരു ദൈവമുണ്ടെന്ന് ആ ഭവനത്തിനകത്ത് തന്നെ. ഞാൻ ആദ്യം പറഞ്ഞു, അതൊരു വലിയ വിഷയം അല്ല പലർക്കും, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് വലിയ വിഷയമാണ്. എന്നെ ഇന്ന് കേൾക്കുന്ന ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ പോകുന്ന പലരുടെയും പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് വലുതല്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, അത് മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, അതിനൊക്കെ കർത്താവ് ഇന്ന് പരിഹാരം വരുത്തുവാൻ പോകുക. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണല്ലോ? ആരും മൗനമായിരിക്കരുതേ. പ്രാർത്ഥിക്കുമല്ലോ, വായൊക്കെ തുറന്ന്. ജോലി സ്ഥലം അതൊന്നും നോക്കേണ്ടതേ, പതിയെ പ്രാർത്ഥിച്ചാൽ മതി. സൗണ്ട് ഒത്തിരി ആകാതെ. മുറിക്കകത്താണെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, വീട്ടിലാണെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ആബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നീ തന്നെ ദൈവമെന്നും ഞാൻ നിന്റെ ഭക്തനെന്നും എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല എന്ന്, എൻ്റെ ശത്രു, എന്നെ പരിഹസിക്കുന്ന, എന്നെ കുറ്റം പറയുന്ന, എൻ്റെ കുറവുകളാണെന്ന് പറഞ്ഞ് പ്രശ്നത്തിന് മധ്യത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കുന്നവരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം, ഓ
ഓ സ്തോത്രം. നീ എൻ്റെ ശത്രുവിനെ തകർക്കണമേ. പ്രാർത്ഥിക്ക് സഹോദര, സഹോദരി, പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിക്കുമ്പോൾ അതേ ആ ജോലി സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കുറ്റക്കാരനാക്കി മാറ്റി ആ ശത്രുവിനെ കർത്താവ് തകർക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിനക്ക് വേണ്ടി ആ ശത്രുവിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ജോലി സ്ഥലത്ത് നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, നിന്റെ വഴി അടച്ചു കളയുവാൻ, നന്മയുടെ വാതിലിനെ അടച്ചു കളയുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ശത്രുവിനെ കർത്താവ് സന്ദർശിക്കുക. ഓ താങ്ക് ഗോഡ്. പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ, ജോലിക്കാരനാകുവാൻ കൈനീട്ടി വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ, അത് അധ്വാനിക്കുന്നത് വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ മറ്റുള്ളവരിൽ നിന്ന് യാചിച്ചു വാങ്ങുന്നവനാക്കി മാറ്റുന്ന ആ ശത്രു, ആ പിശാച്, അത് തകർക്കപ്പെടുകയാ. നീ പഠിക്കാത്തത് കൊണ്ടല്ല, നീ ശ്രമിക്കാത്തത് കൊണ്ടല്ല, നിനക്കതറിയാം. പക്ഷെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞെ, അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുക. നിന്റെ മടിയാണ്. നീ ശ്രമിക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ കാണുക നിന്റെ ശത്രുവിനെ എൻ്റെ കർത്താവ് തകർക്കുക. അർത്ഥം നിനക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ പുറത്തു വാ. ആമേൻ, ആമേൻ. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സ്ഥാപനത്തിൽ നിനക്ക് തൊഴിൽ ലഭിക്കുക. ഓ സ്തോത്രം. ദൈവം നിനക്ക് ഉത്തരമറിയുക. സഹോദരി, പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അടുക്കളയിലാ പ്രശ്നം. ഞാൻ പറയട്ടെ, നീ ഭക്തനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അങ്ങേയറ്റം ഇറങ്ങി പ്രവർത്തിക്കും. അതിനകത്തൊരു ധാർമ്മികത അതൊന്നും ചിന്തിക്കണ്ട. ഭക്തന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും തയ്യാറാകുന്ന ദൈവം. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഭക്തയാണെങ്കിൽ, സഹോദരി, നീ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ അത് നിനക്കറിയാം. നീ ഉപവസിക്കുന്നത്, കരയുന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും. ചിലരറിയും, നിന്നെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, നിന്റെ വീട്ടുകാർ പോലും നിന്നെ മനസ്സിലാക്കുന്നില്ല. അതേ, സകലരും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിനകത്ത് എൻ്റെ കർത്താവ് ചിലത് ചെയ്യും. ഏലിയാവ് പറയുക, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഭക്തൻ പറയുക, അങ്ങനെയെങ്കിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ജനം അറിയട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. കളിയല്ല, ദൂതാ, നിന്നോടുള്ള ദൂതാ. ആമേൻ. കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും നീയാണ് പ്രശ്നമെന്ന് പറയുന്നവരും കാണുവാൻ തക്കവണ്ണം തീ കൊണ്ട് ദൈവം ഉത്തരമരുളുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. സഹോദരി, പ്രാർത്ഥിക്കുക. അബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നീ തന്നെ ദൈവമെന്നും ഞാൻ നിന്റെ ഭക്തയെന്നും, ഞാൻ കരയുന്നവളെന്നും ഉപവസിക്കുന്നവളെന്നും പ്രാർത്ഥിക്കുന്നവളെന്നും, അങ്ങേ സ്തുതിക്കുന്ന എൻ്റെ വായിൽ നിന്ന് മറ്റൊന്നും പുറത്തു വരത്തില്ല എന്നും, ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല എന്നും, ഞാനൊരു തെറ്റും ചെയ്യത്തില്ല എന്നും അങ്ങറിയുന്നത് പോലെ എനിക്കൊപ്പമുള്ളവരും അറിയുവാൻ തക്കവണ്ണം അങ്ങ് തീ കൊണ്ട് ഉത്തരമറിയണമേ. പ്രാർത്ഥിക്കുക സഹോദരി. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. നിന്റെ ശത്രുവിനെ തകർത്ത്, നിന്നെ പരിഹസിക്കുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിന്നിൽ കുറ്റം കാണുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. നിന്റെ തല വരുവാൻ പോകുക. സഹോദര, നിന്റെ തല വരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. നിന്നെ കുറ്റം പറഞ്ഞ് നിന്റെ തല കുനിപ്പിക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്റെ തല നിവർത്തുവാൻ പോകുക. മാതാവേ, പ്രാർത്ഥിക്കുക. അബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നീ തന്നെ ദൈവമെന്ന്, ഞാൻ നിന്റെ ഭക്തൻ. എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന കഷ്ടപ്പാട്, അവർക്ക് വേണ്ടിയുള്ള എൻ്റെ കണ്ണുനീർ എല്ലാം അങ്ങ് കാണുന്നു. അത് മറ്റുള്ളവർ അറിയുവാൻ തക്കവണ്ണം എൻ്റെ തലമുറകളെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, അവരെ ഒന്നുമില്ലാത്തതാക്കി തീർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിനെ തകർത്ത്, ഓ സ്തോത്രം, കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ അവരുടെ തല ഉയർത്തണമേ. പ്രാർത്ഥിക്കുക. മാതാവേ, നിന്റെ തലമുറകളുടെ തല എൻ്റെ കർത്താവ് ഉയർത്തുവാൻ പോകുക. കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, അവരൊന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞു ചിരിക്കുന്നവരുടെ മുമ്പിൽ, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം ഉയർത്തുവാൻ പോകുക. അതിന് തക്കവണ്ണം അവരുടെ മുമ്പിൽ വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് തകർക്കുവാൻ പോകുക. ജയം നൽകാതെ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ, ആ അഡ്മിഷൻ നൽകാതെ, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കാതെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങാതെ, യേശുവിൻ നാമത്തിൽ അവരുടെ ബുദ്ധിയെ കെട്ടി ബന്ധിക്കുന്ന ആ ശത്രു തകർക്കപ്പെടുക. ഓ യെസ്, പ്രാർത്ഥിക്കുക. മാതാവേ, പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. പരിഹസിക്കുക. നിന്റെ തലമുറയെ ബുദ്ധിയില്ലാത്തവനെന്ന് വിളിച്ച്, മന്ദബുദ്ധി എന്ന് വിളിച്ച് പരിഹസിക്കുക. മാതാപിതാക്കളെ പോലും പറ്റിക്കുന്നവരെന്ന്, പറ്റിക്കുന്നവളെന്ന് പറഞ്ഞ് പരിഹസിക്കുക.
സ്തോത്രം. ആ പരിഹസിക്കുന്നവർ കാണുക, എൻ്റെ കർത്താവ് നിന്റെ തലമുറയുടെ തല ഉയർത്തുവാൻ പോകുക. സ്തോത്രം. ആ ദേശത്തിൽ ദൂത, മാതാവേ നിന്നോടാ ദൂത, ആ ദേശത്തിൽ ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിന്റെ തലമുറ ഇരുത്തുവാൻ പോകുക. സ്തോത്രം. ആ ദേശത്ത് നിന്റെ കുടുംബത്തിൽ നിന്ന് ആരും കടന്നു പോയിട്ടില്ലാത്ത രാജ്യത്തേക്ക് നിന്റെ തലമുറ എൻ്റെ കർത്താവ് അയക്കുവാൻ പോകുക. അതെ, ആ സ്ഥാപനത്തിൽ തന്നെ, ആ കോഴ്സിന് തന്നെ സ്തോത്രം, അഡ്മിഷൻ കിട്ടുവാൻ പോകുക. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ രോഗിയായി ഭാരപ്പെടുന്ന സഹോദര സഹോദരി പ്രാർത്ഥിക്കുക. അങ്ങ് തന്നെ എൻ്റെ ദൈവമെന്ന് അറിയുവാൻ തക്കം എന്നെ പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും കാണുക. അപ്പാ, രോഗമെന്ന എൻ്റെ ശത്രുവിനെ നീ തകർക്കണമേ. പ്രാർത്ഥിക്കുക. ആ രോഗമെന്ന ശത്രു തകർക്കപ്പെടുക. യാസ്, കടമെന്ന ശത്രു തകർക്കപ്പെടുക. പ്രാർത്ഥിക്ക്. നിന്നെ പരാജയപ്പെടുത്തുന്ന, നിന്റെ കുറ്റമെന്ന് നീയാണ് പ്രശ്നമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ കാണുകയെ. അതെ, ആ ശത്രു, അതിനകത്ത് പതുങ്ങിയിരിക്കുന്ന ശത്രു, നിന്നെ തകർക്കുന്ന ശത്രു, നിന്നെ ഒന്നുമില്ലാത്തവളാക്കി, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റുന്ന ആ ശത്രുവിനെ കർത്താവ് തകർക്കുക. തീ കൊണ്ട് എൻ്റെ ദൈവം ഉത്തരം പറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തീ കൊണ്ട് നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ പോകുക. സ്തോത്രം. നിന്റെ ശത്രുവിനെ കുറിച്ച് ചിലർ ഇങ്ങനെ പറയും, അവൻ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞത്. ആമേൻ, ആമേൻ, ആമേൻ. ശുശ്രൂഷക, നിന്റെ ശത്രുവിനെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളഞ്ഞ്, നിന്നെ അപമാനിതനാക്കി, നിന്നെ നിന്ദിച്ച്, സഹോദരി ശുശ്രൂഷകൻ്റെ ദൈവദാസിയെ നിന്നോട് അപവാദങ്ങൾ പറഞ്ഞ് ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കിയ അതെ ചിലരെക്കുറിച്ച് നിങ്ങളെ ഇപ്പോൾ പരിഹസിക്കുന്നവർ തന്നെ, കുറ്റം പറയുന്നവർ തന്നെ പറയുവാൻ പോകുക, അവർ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞത്. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആമേൻ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? വചനം പറയുന്നു, തീയിറങ്ങി. യാഗപീഠത്തിന്മേൽ തീയിറങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി. ഫലമോ? ബാലിൻ്റെ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു, പുരോഹിതന്മാർ കൊല്ലപ്പെട്ടു. ഇസബേലിയ മണ്ഡലം തകർക്കപ്പെടുവാനായി തുടങ്ങി. കൊള്ളയടിക്കപ്പെടുന്ന, ശമരിയെ ബാധിച്ചു നിന്ന ആ പൈശാചിക മണ്ഡലം തകർക്കപ്പെടുവാനായി തുടങ്ങി. നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ആ പൈശാചിക മണ്ഡലം, താങ്ക് ഗോഡ്, ആ പൈശാചിക മണ്ഡലം അഴിയുകയാണ്. ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാർമേഘത്താൽ മൂടപ്പെട്ട ആകാശം പോലെ, സ്തോത്രം, പൈശാചിക മണ്ഡലത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ആ അന്തരീക്ഷം മാറിയ, സൂര്യൻ ഉദിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആമേൻ, ആമേൻ. ആ മേഘം മാറിയ, സൂര്യൻ ഉദിക്കുക. സ്തോത്രം. അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ റെഡിയാണല്ലോ? ഏറ്റവും പ്രധാനം, ആമേൻ, ശത്രു തകർക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം കുറ്റപ്പെടുത്തുന്നവർ തിരിച്ചറിയും. ഇന്നയോളം ഞങ്ങൾ അവളെ പറഞ്ഞത് അതല്ല എന്ന് അവർക്കൊരു കുറ്റബോധമുണ്ടാകും വിധത്തിൽ, നിങ്ങളെ കുറ്റം പറഞ്ഞവർക്കൊരു കുറ്റബോധമുണ്ടാകും വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരപ്പെടേണ്ട. നിങ്ങൾ ആർക്കും മനസ്സിലാക്കുവാനും കൂടെ നിൽക്കുവാനും കഴിയുന്നില്ല എങ്കിലും പ്രേസർ ഫാമിലിക്ക് കഴിയും. കാരണം നിങ്ങളായിരുന്ന അതേ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അല്ല, ഞങ്ങളെ കർത്താവ് കടത്തിവിട്ടിട്ടുണ്ട്. എന്തിനാ? നിങ്ങളായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയുവാൻ, ഒപ്പം നിൽക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി തീ കൊണ്ട് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ. അപ്പോൾ കോണ്ടാക്ട് ചെയ്തോ. എന്നാ കണ്ണടച്ചോ. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം. പല നിലകളിൽ ശത്രുവിനാൽ ബാധിക്കപ്പെട്ട് വിലയേറിയത് പലതും നഷ്ടപ്പെട്ട് ഒപ്പമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസവാക്കുകൾക്കും പാത്രമായിരിക്കുന്നവർ, അപ്പോൾ ഈ സമയം ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവരെ ഇപ്പോൾ അങ്ങ് വിടിവിക്കുന്ന കൃപയ്ക്കായി. തൊഴിൽ സംബന്ധമായുള്ള സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും, അനിശ്ചിതത്വങ്ങൾ മാറിപ്പോകട്ടെ. ജോലി സ്ഥിരത ഉണ്ടാകട്ടെ. ഇവർ മുഖാന്തരം ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. അതിനകത്ത് പ്രിയപ്പെട്ടവർക്ക് വിരോധമായി എഴുന്നു വരുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ, ഗൂഢാലോചനക്കാരുടെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. അവിടെ നിർത്തത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രു തകർക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. പുതിയ ജോലികൾ ലഭിക്കുക. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ, പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. അപ്പാ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തോടുന്ന വാചനം അയച്ച് ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക്. എല്ലാ രോഗവും ഇപ്പോൾ വിട്ടുമാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.
ചില ക്യാൻസറുകൾ മാറിപ്പോകട്ടെ, ചില ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ ഉറക്കമില്ലായ്മകൾ മാറട്ടെ, ഭയപ്പാടുകൾ മാറട്ടെ, മരുന്നിനോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥ യേശുവിൻ നാമത്തിൽ മരുന്നിനോട് ശരീരം പ്രതികരിച്ചു തുടങ്ങട്ടെ. ആമേൻ. സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സർജറി ചെയ്യുവാൻ കഴിയാത്ത ആ ട്യൂമറുമായി ഭാരപ്പെട്ടായിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സർജറി കൂടാതെ തന്നെ, കർത്താവിന് സർജറി കൂടാതെ തന്നെ അതിനെ പുറത്തെടുക്കണമെന്ന് ആഗ്രഹമാണ്. നീ ഒരു സാക്ഷി, ആ ദേശത്തിലെ സാക്ഷിയാണ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സൗഖ്യമാകാം. അത് പോയി. ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ ഉപരിപഠന സാഹചര്യങ്ങൾ, പരീക്ഷകൾ എഴുതി റിസൾട്ടുകളുമായി കാത്തിരിക്കുക. വഴികൾ തുറക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. സാമ്പത്തിക വഴികൾ ഉണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചാട്ടെ. അവിടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുവാൻ, മാറുവാൻ, ദുശീലങ്ങൾ മാറുവാൻ, മോശം കൂട്ടുകെട്ടുകൾ മാറുവാൻ പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാന്യതയായി മക്കൾ മാറുവാൻ പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതി വരട്ടെ, ആശ്വാസമായി മാറുവാൻ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. കലഹമുണ്ടാക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഓ ഇന്ന് കർത്താവ് ഇടപെടുക. ഓ സ്തോത്രം. കോടതിക്കും മീഡിയേഷൻ കൗൺസിലിംഗ് നടത്തുന്നവർക്കും ഇടപെടുവാൻ കഴിയാത്ത വിധത്തിൽ നിൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട്, സഹോദരി എൻ്റെ കർത്താവ് ഇടപെടുക. പ്രാർത്ഥിക്കുക. തകർന്നു പോയത് പണിതുയർത്തപ്പെടുക. സ്തോത്രം. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഭവനങ്ങളെ നൽകുക, വസ്തുക്കൾ വാങ്ങിയ, വാഹനങ്ങൾ വാങ്ങിയ പ്രാർത്ഥിക്കുക. സ്തോത്രം. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. ആ കച്ചവട സ്ഥാപനം അത് അനുഗ്രഹിക്കപ്പെടുക. കടം മാറുക, പലിശക്കടങ്ങൾ മാറിപ്പോകുക, ജപ്തി നോട്ടീസുകൾ മാറുക. ഓ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക, സാവകാശങ്ങൾ ലഭിക്കുക. ആമേൻ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. ഓ ആമേൻ. കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകുവാൻ പോകുക. ശുശ്രൂഷക കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. തീ കൊണ്ട് ഉത്തരം നൽകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനാവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.